ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഊർമിള ഉണ്ണിയുടെ വൈറലായ കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതിനായിട്ട് 2 വലിയ പഴുത്ത മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാൻ ഒരു ചെറിയ ഉരുളിയിലേക്ക് കഷ്ണങ്ങളാക്കിയ മാമ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളം, ഒരു 2 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഞാൻ അടച്ചു വെച്ച് വേവിച്ചത് ഞാനിപ്പോൾ തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് നന്നായിട്ട് പിടിക്കട്ടെ അതിൽ. ഇനി നമുക്ക് അരപ്പിന് ആവശ്യമായിട്ട് 2 പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വീതം അത് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ട തൈര് വേണേ, അതും കൂടി എടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ച മാമ്പഴം ഈ പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി കുറച്ച് മതി. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് നമുക്ക് കൂടുതലെടുക്കാം. ഞാൻ ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി തിളച്ച് ഈ മാമ്പഴവും ശർക്കരപ്പാനിയും കൂടി നന്നായിട്ട് മിക്സായി വരട്ടെ. അപ്പോൾ ഇത് തിളക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ വീഡിയോസും ഷോർട്സൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ മാമ്പഴവും ശർക്കരപ്പാനിയും കൂടി ഇത് തിളച്ച് നല്ല മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ മസ്റ്റാണ്. ഇതിൽ പറയുന്ന ഒരു ഇൻഗ്രീഡിയൻസ് പോലും കുറയ്ക്കരുത്, കാരണം ടേസ്റ്റ് അത്രയും കുറയും. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല ഇത്രയും നല്ല ഇത് പുളിശ്ശേരി. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടാക്കിയിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് കടുക് വറുത്ത് താളിച്ചിടണ്ടേ. അപ്പോൾ അതിനൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ചട്ടിയിൽ നെയ്യ് എടുത്തിട്ട് ഉലുവായും കടുകും ഉണക്കമുളകും വേപ്പിലയും കൂടി നന്നായിട്ട് മൊരിയിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.